ഞാനിപ്പോൾ നിൽക്കുന്നത് താഴേച്ചുവ ലെവൽ ക്രോസിലാണ്. ഇവിടെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, എല്ലാ ആഘോഷങ്ങളും മലയാളികൾ, അതായത് ഈ ഒരു പ്രദേശത്തുള്ള മലയാളികൾ, നമ്മളെ നാട്ടുകാർ റോഡിലാണ് സാധനം വാങ്ങിക്കാനായിട്ട് വാഹനങ്ങളൊക്കെ എടുത്തിറങ്ങും. പക്ഷേ ഈ ഒരു താഴേച്ചുവ ഈ ഒരു ലെവൽ ക്രോസിൻ്റെ ബ്ലോക്ക് കാരണം മേലേച്ചുവ വരെയും ദിനംപ്രതി ട്രാഫിക് ജാമാണ്. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം ആവശ്യമാണ്. കാരണം നിരവധി കോളേജുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, അതുപോലെ ഒരുപാട് വാഹനങ്ങൾ, ഷോറൂമുകളൊക്കെ ഉള്ള തോട്ടടയാണ്. ആ ഒരു ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു ലെവൽ ക്രോസ് കടക്കാതെ പോകാനായിട്ട് സാധിക്കില്ല. ദിനംപ്രതി നിരവധി ആളുകൾ കടന്നു പോകുന്ന ഈ ഒരു സ്ഥലത്ത് മേൽപ്പാലം ആവശ്യമുണ്ടോ എന്നാണ് ഇന്ന് കണ്ണൂർ മൗണ്ടൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം, മേൽപ്പാലം ആവശ്യമുണ്ടോ എന്ന്. ചേട്ടൻ്റെ പേരെന്താ? സുരേന്ദ്രൻ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കാണാം, ഇവിടുന്ന് മേലേച്ചോ വരെ ഒരു ട്രാഫിക് ജാം കാണാം. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? ആവശ്യമുണ്ട്. അതായത് കീഴ്ത്തള്ളി അണ്ടർപാസ് വഴി പോകാം, അതുപോലെ തന്നെ ബൈപ്പാസ് വഴി മിംസ് വഴി പോകാം. അപ്പോൾ ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പ്രസക്തി ഉണ്ടോ അന്നേരം? ഉണ്ട്. തോട്ടടക്കാർക്ക് ആവശ്യമുണ്ട്, തോട്ടട കിഴുന്നക്കാർക്ക് ആവശ്യമുണ്ട്, കാഞ്ഞിര, കുറുവ. അതുപോലെ തന്നെ ഈ തോട്ടട ഇപ്പോൾ ഒരുപാട് ഹൈവേ, അപ്പുറത്ത് ഹൈവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നത് ഹൈവേ വരുന്നതുകൊണ്ട് ഇവിടെ മേൽപ്പാലം വേണ്ടാന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തോട്ടക്കാർ ടാക്സ് പേയേഴ്സ് അല്ലേ? തോട്ടടക്കാർക്ക് പോകാനായിട്ട് പാലം വേണം അല്ലേ? തോട്ടട, കുറുവ, കാഞ്ഞിരേരി, കടലായി, കിഴുന്ന, ഇത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ഇവിടെ മേൽപ്പാലം ആവശ്യമാണ്. ചേട്ടാ, എന്താ പേരെന്താ? എൻ്റെ പേര് ബാലൻ. ബാലൻ. ഈ തോട്ടട ഈ ലെവൽ ക്രോസ് അല്ലെങ്കിൽ ഈ താഴേച്ചോ ഗേറ്റ് കടന്നിട്ട് സ്ഥിരമായി പോകുന്ന ആളാണോ? തോട്ടടയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം ആവശ്യമുണ്ടോ? ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കടന്നു പോകാൻ നിരന്തരം ബുദ്ധിമുട്ടാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ പാലം ഇപ്പോൾ വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കുന്നുണ്ട്. കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വന്നാൽ നല്ലതാണ്. ചേട്ടൻ പേരെന്താ? ശങ്കരൻ. ഒരുപാട് നാളായോ ഈ ഒരു തോട്ടട മേൽപ്പാലത്തിന്റെ റെയിൽവേ ക്രോസിന്റെ അതിലെ യാത്ര ചെയ്യുന്നു? കുറെ കൊല്ലായി. അപ്പോൾ ഇതുവരെയും തോന്നിയിട്ടുണ്ട് ഇവിടെ ഒരു മേൽപ്പാലത്തിന്റെ ആവശ്യമുണ്ട്? അതെ, ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കില്ലായിരുന്നു ഗേറ്റ് അടിച്ചിട്ടാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മേൽപ്പാലം വന്നാൽ എല്ലാവർക്കും സുഖമായിട്ട് പോകാൻ കഴിയും. അപ്പോൾ ആളുകൾ മറ്റൊരു കാര്യം പറയുന്നത്, കീഴ്ത്തള്ളി അണ്ടർപാസ് ഉണ്ടല്ലോ, അതിലെ കൂടി പോയിക്കൂടെ? അത് ചുറ്റി വളഞ്ഞിട്ട് പോകുമ്പോൾ ദൂരം എത്ര പിടിക്കൂ? കിലോമീറ്റർ കൂടുമല്ലോ. അതെ, കിലോമീറ്റർ കൂടും. അന്നേരം അങ്ങനെ വണ്ടി വരുമ്പോൾ ബ്ലോക്ക് ആവുമല്ലേ കൂടുതൽ. അതുപോലെ തന്നെ അങ്ങോട്ട് കീഴ്ത്തള്ളി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹൈവേന്ന് ആ ഭാഗത്തേക്ക് തിരിയാനായിട്ട് വാഹനങ്ങൾ സമ്മതിക്കാത്തൊരു പ്രശ്നം കൂടി ഉണ്ട്. അവിടെ വലിയൊരു വിഷമമുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ കീഴ്ത്തള്ളി അല്ലെങ്കിൽ താഴേച്ചുവ ഒരു മേൽപ്പാലം വേണം. മേൽപ്പാലം ഉണ്ടായാൽ നല്ലത്. താഴേച്ചുവയും വേണം, അതുപോലെ തന്നെ നടാലും വേണം. രണ്ട് മേൽപ്പാലം അത്യാവശ്യമാണ് അല്ലേ? എന്നാൽ മാത്രമേ നമ്മൾ ക്രോസ് റോഡിൽ പഴയ റോഡിൽ പോകാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ ജനങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി എന്തിനാ ഹൈവേ വരുന്നില്ലേ? അപ്പോൾ പഴയ കാലം ഇപ്പം വെച്ച് നോക്കുമ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം നോക്കുമ്പോൾ ഈ റോഡ് മതിയാവുക നമുക്ക്? ഹൈവേ വരുന്നെന്ന് പറഞ്ഞിട്ട് ഹൈവേ വണ്ടി ഇഷ്ടം പോലെ ഓരോ കൊല്ലം ഇറങ്ങി വരുന്നില്ലേ? ഓരോ ദിവസങ്ങൾ വണ്ടി കൂടുന്നില്ലേ? ആ വണ്ടി കൂടുമ്പോൾ ഓടാനുള്ള റോഡ് ഉണ്ടാകണ്ടേ നമുക്ക്? റോഡ് വേണം അല്ലേ? അതെ, അപ്പോൾ റോഡ് ഉണ്ടായാലോ മാത്രമേ. അപ്പം നേരം മേൽപ്പാലും കാര്യമെല്ലാം വേണം. സൗകര്യം വന്നാൽ കുറച്ച് ജനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ കഴിയും. അതല്ലേ വേണ്ട. പേരെന്താ? ജിഷ്ണു. അപ്പോൾ നമുക്ക് ഈ താഴേച്ചുവ ഒരു റെയിൽവേ മേൽപ്പാലം വേണോ വേണ്ടയോ? വേണം. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനും വരാനൊക്കെ. ചില സമയത്ത് ഡ്യൂട്ടി ലേറ്റ് ആയിരുന്നു ഇവിടെ ബ്ലോക്ക് ആയിട്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യണേ? ഞാൻ നെസ്റ്റോല്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ. ചേട്ടാ, ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ഇവിടെ വെക്കുന്നത്, ഒരു 3 മിനിറ്റ് ഗേറ്റ് തുറന്നു വെക്കുക, വീണ്ടും അടക്കുക, 3 മിനിറ്റ് തുറക്കുക, അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം ആവശ്യമുണ്ടോ ഇല്ലയോ? നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? ഷാജി. അപ്പോൾ ഞാനിപ്പോൾ കാണുന്നത് വെച്ചാൽ കുറച്ച് നേരമായിട്ട് ഇത് നല്ലൊരു ട്രാഫിക്. അപ്പോൾ ഓണം, വിഷു അങ്ങനെയല്ല അങ്ങോട്ടേക്കെല്ലാം മൊത്തം ബ്ലോക്ക് ആവും. ഈ റോഡ് കംപ്ലീറ്റ് ഈ ബൈപ്പാസ് എല്ലാം ബ്ലോക്ക് ആവും. മേൽപ്പാലം നിർബന്ധമായിട്ട് പോകണം. അപ്പോൾ മേലേച്ചുവ മേൽപ്പാലാണ് വേണ്ടത്, താഴേച്ചുവ റെയിൽവേ പാലാണ് വേണ്ടത്? റെയിൽവേ പാലം മെയിൻ. അന്നേരം ഒരുപാട് ബ്ലോക്ക് ഒഴിവാകും. മറ്റേത് എങ്ങനെയും പോവാം, പക്ഷെ ഇത് രക്ഷയില്ല. 6 ഇഞ്ച് കുറച്ചും കൂടെ ശരിയായിട്ടുണ്ട്. ഇത് മെയിനാണ്. ഇത് അങ്ങനത്തോളം ബ്ലോക്ക് ആവും ഇപ്പോൾ. അപ്പോൾ മേൽപ്പാലം വേണമെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? സ്കൂൾ ടൈമൊക്കെ എന്തായാലും ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം, ഇവിടെ കുറേ നാളുകൾ ഇങ്ങനെ പാലം ഇപ്പം വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്. അപ്പോൾ അത് നടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന്? എന്നാലും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം.
വരണമെന്ന അഭിപ്രായം. നിർബന്ധമായിട്ട് നടക്കണം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വിജേഷ്. വിജേഷ്. അപ്പം ഞാനിവിടെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചു പാലത്തിനെ കുറിച്ച്, മേൽപ്പാലം വേണോ വേണ്ടയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ നമ്മൾ ഇതിനൊന്നും പ്രതികരിക്കാനില്ല, നമുക്ക് സംസാരിക്കണ്ട എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ദേഷ്യത്തോടെ അവർ നമ്മളോട് പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? താഴേച്ചൊക്കെ വാഹനപ്പെരുപ്പവും വാഹന ബ്ലോക്കും കാര്യമെല്ലാം നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെങ്കിൽ അതിനെ ഒത്തുകൊണ്ടുള്ള ഒരു വികസനം ഈ താഴ്ച സംബന്ധിച്ചിട്ട് നാളിതുവരെയായിട്ട് ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വാഹനപ്പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ഒരു വികസനം ഇവിടെ വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ തോട്ടട ഭാഗം ഏറ്റവും കൂടുതൽ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേങ്കിൽ നമ്മളെ എന്താ പറയുക താഴ്ച ഉള്ള ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളെ സ്പിന്നിങ് മില്ലിൻ്റെ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ താഴ്ചയെ സംബന്ധിച്ച് വാഹനപ്പെരുപ്പത്തിൻ്റെ ഇടയിൽ ഞെരുങ്ങി എന്താണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം ആവശ്യമാണ്. ആ മേൽപ്പാലം വർഷങ്ങളായിട്ടുള്ള മുറവിളിയിൽ ആയാലും അതിന് കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വരികയാണെങ്കിൽ വളരെ നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ വളരെ ഈ ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയിട്ട് വളരെ ഒരു പരിഹാരം ഉണ്ടാവും തന്നെയാണ്. ഇപ്പോൾ മേലേച്ചോക്ക മേൽപ്പാലത്തിന് നമുക്കറിയാമല്ലോ, മേലേച്ചോക്ക മേൽപ്പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോക്ക് ഒഴിവാകാൻ സാധ്യതയുണ്ട്. കാരണം പക്ഷേ അത് പല നൂലാമാലകളിലും പെട്ടുകൊണ്ട് ചില സ്ഥാപിത താല്പര്യങ്ങളുടെ സ്വജനഭാഷ രീതിയിലേക്ക് പോയതുകൊണ്ട് അതിപ്പോൾ ഇന്നും ഇങ്ങനെ മുട്ടിലെറിഞ്ഞ് കളിക്കുമെന്ന്. അതുപോലെ തന്നെ മേൽപ്പാലമാണോ ആവശ്യം, ഇതാണോ ആവശ്യം? രണ്ടും ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു ചില്ലറ വർഷക്കാലം മാത്രമേ നമ്മളെ ജീവിക്കൂ. നമുക്ക് ശേഷവും ആളുകളുണ്ട്. നമുക്ക് ശേഷവും നമ്മുടെ കുട്ടികളായാലും മറ്റുള്ള ആളുകളായാലും ഒരു ബൃഹത്തായ ജനസംഖ്യ ഇന്നും വരാനുണ്ട്. അപ്പോൾ അവർക്കും ഒരു യാത്രാ സ്വാതന്ത്ര്യം, ഒരു നല്ല റോഡുകൾ, അങ്ങനെ ഒരു നല്ല പാലങ്ങൾ, അതെല്ലാം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ വികസനങ്ങൾ യാഥാർത്ഥ്യമാകൂ എന്നുള്ളതാണ്. അപ്പോൾ താഴ്ച സംബന്ധിച്ച് അറിയാലോ, താഴ്ച സംബന്ധിച്ചുള്ള ഈ ബ്ലോക്ക് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുപോലെ ഓരോ 3 മിനിറ്റാണ് ഗേറ്റ് തുറക്കുന്നത്. ഇപ്പോൾ അത് വീണ്ടും അടച്ചു. വന്ദേ ഭാരത് പോയപ്പോൾ വീണ്ടും അടച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ ചേട്ടൻ്റെ അടുത്തേക്ക് നടന്നെത്തിയുള്ളൂ, അപ്പോൾ അടച്ചു വീണ്ടും. അപ്പോൾ ഇതേപോലെ ഓരോ 3 മിനിറ്റും തുറന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ അനന്തമായിട്ട് ഗേറ്റ് പൂട്ടിയിടാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ പോലീസുകാരുള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് പിന്നെ നമ്മളെ സ്പിന്നിങ് മില്ലിന്റെ എങ്ങനെയാ ചില സമയം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറുകളിൽ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ വല്ലാതെ പ്രയാസമാടിയുണ്ട്. അപ്പോൾ മേൽപ്പാലം നിർബന്ധം തന്നെയാണ് എൻ്റെ അഭിപ്രായം. മേൽപ്പാലം വരണോ, നാടിന് വികസനം വരണോ, ആ വികസനങ്ങളിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഒരു വീട്ടിൽ ഒരു വാഹനം പോലും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ 5-6 വാഹനങ്ങളാണ്. അപ്പോൾ ഇപ്പം പറയുന്നത് ഇവിടെ ഒരു റോഡ് വന്നു, ഹൈവേ വന്നു. അപ്പോൾ ഹൈവേ എല്ലാം വന്നാലും പഴയ വികസനം എന്ന് പറയുന്നത് എല്ലാം പൂർത്തിയാകുന്നില്ല. അതായത് മേൽപ്പാലം വരിക, അതുപോലെ റെയിൽവേ മേൽപ്പാലം വരിക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ വികസനം എന്ന് പറയുന്നത്. അല്ലാതെ പുതിയ ഹൈവേ വന്നു എന്നിട്ട് ഇത് നടത്താണ്ടിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു 10 വർഷം മുമ്പേ ഉള്ള വാഹനപ്പെരുപ്പല്ല ഇന്നുള്ളത്. അത്രയധികം വാഹനങ്ങൾ പെരുകുന്നുണ്ട് ഒരു വീട്ടിൽ തന്നെ. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു വാഹനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയി, അത്ര തന്നെ. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നൊരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ആ 5 ആൾക്കോ 6 വാഹനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ടാണ് ഈ പെരുപ്പം മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ കണ്ണുറക്കണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്, ഓണം, വിഷു, അങ്ങനെ. അപ്പോൾ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ട് വാഹനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. അവരുടെ കൂടുതൽ സമയം ഈ ലെവൽ ക്രോസിലും അതുപോലെ തന്നെ സിഗ്നലിലൊക്കെയാണ് അവർ കിടക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം, ആ മാറ്റത്തിന്റെ കേസ് തന്നെയാണ് ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇത്തരം വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂർ ടൗണിനെ സംബന്ധിച്ച് ഉള്ള ഈ ബ്ലോക്കിന് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ ചില ദിവസങ്ങളിൽ മേലേച്ചോക്ക് ബ്ലോക്ക് കാൽ ടാക്സി വരെ നീളുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ആംബുലൻസുകാർ ബുദ്ധിമുട്ടുന്നുണ്ട്, രോഗികൾ, മറ്റുള്ള രോഗികൾ പോകാൻ വേണ്ടിയിട്ടുള്ള രോഗികൾ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ നേരിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത പ്രദേശത്തെല്ലാം വെച്ചിട്ട് വലിയൊരു വികസനം ഒട്ടും തന്നെ വരാതെ ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ പ്രദേശം എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ള പല ടൗൺ ഏരിയയിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൽ കണ്ണൂരിനെ സംബന്ധിച്ച് വികസനം തീരെ ഇല്ല. റോഡ് വികസനം വളരെ മോശമാണ്. നമുക്കറിയാം, ഒരുപാട് നേരമായി ഞാൻ ഈ ഒരു ലെവൽ ക്രോസിൽ നിൽക്കുന്നത്. ഓരോ 3 മിനിറ്റാണ് ഈ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കുകയും വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നത്. അപ്പറേ റോഡ് വന്നു, ഇപ്പറേ റോഡ് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വാഹനപ്പെരുപ്പം നമ്മളെ കേരളത്തിൽ പരമാവധി വർദ്ധിച്ചിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് താഴെ ചൊവ്വയും അതുപോലെ തന്നെ നടാലിനും ഒരു റെയിൽവേ മേൽപ്പാലം അത്യാവശ്യമാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടും സാധിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ഗവൺമെൻറ്റുകൾക്ക് സാധ്യമായിട്ടില്ല. അപ്പോൾ ജനങ്ങൾ രോഷാകുലരായിട്ടാണ് സംസാരിക്കുന്നത്. പലരും പറയുന്നത് ഞങ്ങൾക്ക് ഇതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം വെറുതെ സംസാരിക്കുക എന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് മേലെ ചൊവ്വയിലെ മേൽപ്പാലം വരുന്നതിനേക്കാളും മുന്നേ നമുക്ക് താഴെ ചൊവ്വ റെയിൽവേ മേൽപ്പാലം ആയിരുന്നു വേണ്ടതെന്നും പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ണൂർ മൗണ്ടൻ ഇന്ന് ഈ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഈ ഒരു മേലെ ചൊവ്വ മേൽപ്പാലത്തോടൊപ്പം താഴെ ചൊവ്വ റെയിൽവേ മേൽപ്പാലവും അതുപോലെ തന്നെ നടാൽ മേൽപ്പാലവും ഒരുക്കി നൽകാനായിട്ട് നമ്മുടെ അധികാരികൾക്ക് സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.